നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ 27 വർഷങ്ങൾക്ക് ശേഷം അധികാരം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് ബി.ജെ.പി. കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന ജയം നേടിയ ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രധാനമന്ത്രിയുടേതടക്കം നേതൃത്വത്തിൽ നടന്ന കൃത്യമായ നീക്കവും മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ കുരുക്കാനായതുമാണ് ആം ആദ്മി പാർട്ടിയുടെ സിംഹാസനം തകർത്ത് ബി.ജെ.പിക്ക് അധികാരത്തിലെത്താൻ വഴിയൊരുക്കിയത്. 2015-ലും 2020-ലും വാശിയേറിയ പോരാട്ടങ്ങൾ ബി.ജെ.പി. നടത്തിയെങ്കിലും മികച്ച പ്രകടനമെന്ന നിലയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മൂന്നാം മോദി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തിയതോടെ ഡൽഹി നിയമസഭയിലും പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചു. ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാജ്യതലസ്ഥാനം നിരവധി രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് വേദിയായത്. അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ പ്രവേശനം മുതൽ അതിഷിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വരവ് വരെ ചർച്ചയായി. ആം ആദ്മി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ബി.ജെ.പി. ഇത്തവണ വലിയ മുന്നേറ്റമാണ് നടത്തിയത്. ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ തുടങ്ങിയവരും ബി.ജെ.പിയുടെ മുന്നേറ്റത്തിൽ കടപുഴകി. കഴിഞ്ഞ 27 വർഷമായി ഡൽഹിയിൽ അധികാരത്തിന് പുറത്തായിരുന്ന ബി.ജെ.പി. ഭരണം തിരിച്ചുപിടിക്കാനായി അരയും തലയും മുറുക്കി തിരഞ്ഞെടുപ്പ് കളത്തിൽ രംഗത്തെത്തിയിരുന്നു. RSSന്റെ പിന്തുണയോടെ ബി.ജെ.പി. നടത്തിയ നീക്കം ഡൽഹിയിൽ വിജയം കണ്ടെന്നു തന്നെ പറയാം. അതേസമയം തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസിന്. പതിറ്റാണ്ടുകൾ ഭരിച്ച തലസ്ഥാന നഗരിയിൽ കോൺഗ്രസിന്റെ കിതപ്പ് തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇത്തവണയും വിജയിക്കാൻ പോയിട്ട് അക്കൗണ്ട് തുറക്കാൻ പോലും കോൺഗ്രസിനായിട്ടില്ല. 70 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്തു പോലും കോൺഗ്രസ് രണ്ടാമത് പോലും എത്തിയില്ല. സംസ്ഥാന അധ്യക്ഷൻ ദേവേന്ദ്ര യാദവിന് മാത്രമാണ് പേരിനെങ്കിലും നല്ല പ്രകടനം കാഴ്ചവെക്കാനായത്. ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്, കൽക്കാജിയിൽ മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്ക ലാംബ എന്നിവരടക്കമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനാർത്ഥികൾ നല്ലൊരു മത്സരം പോലും കാഴ്ചവെക്കാതെ കീഴടങ്ങുകയായിരുന്നു.